ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ്. ഇത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 1.5 കിലോ റൈസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് കൊടുത്തുള്ള ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 12 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 10-12 പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവിലാണ് ഇതിപ്പോൾ എല്ലാം എടുത്തേക്കുന്നത്. ചിക്കൻ ബോൺലെസ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കിയപ്പോൾ നമുക്ക് മുട്ട അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് 12 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഏകദേശം മുട്ട ഒഴിച്ചെടുത്ത് ഒന്ന് ചിക്കി ഈ പരിവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂണ് സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒത്തിരി ഹാർഡായി പോകാതെ സോഫ്റ്റായിട്ട് വേണം കിട്ടാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്ന് ഈ പരിവായിക്കുമ്പോൾ നമുക്ക് തീർന്നെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് പാത്രത്തോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഓണിയൻ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു മീഡിയം തീയിൽ 1 മിനിറ്റോളം നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. ആ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 250 ഗ്രാം ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അത് 1 മിനിറ്റോളം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത് സോട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 250 ഗ്രാം ഒനിയൻ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്യണം. അത് സോട്ടായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 250 ഗ്രാം ക്യാബേജ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഒരു ക്യാപ്സിക്കം, ഒരു റെഡ് ക്യാപ്സിക്കം, ഒരു യെല്ലോ ക്യാപ്സിക്കം, ഇതെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്യാപ്സിക്കങ്ങളും 300-400 ഗ്രാമോളം വരും. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 1-2 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പരിവായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേവിച്ച ശേഷം റൈസ് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചാണ് ചിക്കന് ആദ്യം മിക്സ് ചെയ്ത് വെച്ചാണ് മുട്ട, കുറച്ച് മല്ലിയില, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 2 ടീസ്പൂണ് സോയ സോസ് ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ ഞാനത് ഉപയോഗിച്ചാണ് ബോൺലെസ് ചിക്കനാണ്. ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നല്ല രുചികരമായ കളർഫുള്ളായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.